അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി ഇറാൻ ഔദ്യോഗികമായി തള്ളി. ഈ പദ്ധതി ഏകപക്ഷീയവും അന്യായവുമാണെന്നും കരയുദ്ധത്തിനുള്ള ഒരു മറയായിട്ടാണ് അമേരിക്ക ഇതിനെ ഉപയോഗിക്കുന്നതെന്നും ഇറാൻ ഭരണകൂടം കുറ്റപ്പെടുത്തുകയും ചെയ്തു. വാഷിംഗ്ടൺ മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾക്ക് മധ്യസ്ഥർ മുഖേന ഇറാൻ മറുപടി നൽകുകയും ചെയ്തു. തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആഗോള എണ്ണവില കുറച്ചു നിർത്താനും കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിന് സമയം കണ്ടെത്താനുമാണ് ട്രംപ് നയതന്ത്രത്തിന്റെ മുഖംമൂടി അണിയുന്നതെന്ന് ഇറാൻ വൃത്തങ്ങൾ ആരോപിച്ചു. ഇറാനിലെ വിചിത്ര മനസ്കരായ നേതാക്കൾ ഉടൻ തന്നെ ഗൗരവകരമായ നിലപാട് സ്വീകരിക്കണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം. യുദ്ധത്തിൽ അന്തിമ പ്രഹരം ഏൽപ്പിക്കാൻ കരസേനയെ വിന്യസിക്കുന്നതും വൻതോതിലുള്ള ബോംബാക്രമണവും ഉൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങൾ പെന്റഗൺ തയ്യാറാക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വഴി കൈമാറിയ സമാധാന നിർദ്ദേശം ഇറാൻ തള്ളിയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിനായി ടെഹ്റാൻ ഇരക്കുകയാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. വളരെ വൈകുന്നതിന് മുൻപ് അവർ ഗൗരവമായി ചിന്തിക്കുന്നതാണ് നല്ലത്. കാരണം ഒരിക്കൽ അത് സംഭവിച്ചാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. അത് ഒട്ടും ഭംഗിയുള്ളതാകില്ല, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമോസ് കടലിടുക്കിലെ ഉപരോധം തുടരുകയും ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ യുദ്ധം ഭയാനകമായ രീതിയിൽ വഷളാകുമെന്ന് ആഭ്യന്തര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാബർ ഖലിബാഫ് എന്നിവരെ വധിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചത് പാകിസ്ഥാന്റെ ഇടപെടലാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഒരു ഉന്നത പാക് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇറാൻ വിദേശകാര്യമന്ത്രിയെയും സ്പീക്കറെയും വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഈ ഉന്നത നേതാക്കൾ കൂടി ഇല്ലാതായാൽ പിന്നെ സമാധാനത്തിനായി സംസാരിക്കാൻ ആരുമുണ്ടാകില്ലെന്ന് പാകിസ്ഥാൻ അമേരിക്കയെ ധരിപ്പിച്ചു. തുടർന്ന് US നടത്തിയ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇസ്രായേൽ ഇവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഏകദേശം 4 മുതൽ 5 ദിവസത്തേക്കാണ് ഈ താൽക്കാലിക ഇളവ് അനുവദിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ സജീവമായ മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ സമാധാന ചർച്ചകൾ വഴിമുട്ടാതിരിക്കാനാണ് ഇത്തരമൊരു നീക്കമെന്ന് വാൾ സ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഹോർമോസ് കടലിടുക്കിലെ ഉപരോധത്തിൽ നിർണായക വ്യക്തതയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി രംഗത്തെത്തി. തന്ത്രപ്രധാന രാജ്യങ്ങളായ ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് കടലിടുക്ക് വഴി കടന്നുപോകാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ലെന്നും ശത്രു രാജ്യങ്ങൾക്കായി മാത്രമാണ് നിയന്ത്രണമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ ആശ്വാസമാകും. അബുദാബിക്ക് നേരെ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതിനെ തുടർന്ന് അവശിഷ്ടങ്ങൾ വീണ് 2 പേർ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദക്ഷിണ ലെബനനിൽ തുടരുന്ന സൈനിക നീക്കത്തിനിടെ 21 വയസ്സുള്ള ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇറാനിലേക്ക് ഡ്രോണുകൾ അയക്കുന്നു എന്ന വാർത്തകൾ നിഷേധിച്ച റഷ്യ മാധ്യമങ്ങൾ അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശം ഇറാൻ തള്ളിയതോടെ ആഗോളതലത്തിൽ ഓഹരി വിപണികൾ ഇടിയുകയും എണ്ണവില കുത്തനെ ഉയരുകയും ചെയ്തു. ഇതിനിടെ ഹോർമോസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള ബില്ലിന് ഇറാൻ പാർലമെന്റ് തയ്യാറെടുക്കുകയാണ്. ഇറാന്റെ ഉന്നത നാവികസേന കമാൻഡർ അലിറേസ തങ്സീരിയെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു.